നമസ്കാരം NTVയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫ്രൈഡേ സ്പെഷ്യൽ സാരഥിയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ ഷോജ വിത്ത് യു. ഇന്ന് എന്നോടൊപ്പം ചേരുന്ന ഗസ്റ്റ് NTV പ്രേക്ഷകർക്ക് സുപരിചിതയായ വ്യക്തിയാണ് ബിന്ദു റാം. ബിന്ദു, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഓക്കെ, ബിന്ദു നിങ്ങൾക്കെല്ലാം അറിയാം, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ എക്സ്പെർട്ടാണ് അല്ലേ? ബിന്ദു, ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത്? ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ കൂടുതലായിട്ട് ഇതിലേക്ക് കടന്നത് ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ഹസ്ബൻഡും കുട്ടികളും സ്കൂളിൽ പോയി കഴിയുമ്പോഴും പിന്നെ തനിയെ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പം എങ്ങനെ സമയം കളയാം എന്നുള്ള ആ ഒരു ഇതിലാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്നത്. അതെ അതെ. ഓക്കെ, ഇവിടെ ബിന്ദു കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായ ഒരു ഫ്ലവർ വേസ് ആണ്. ഇത് വാൾ ഹാങ്ങിങ് ആണ്. വാൾ ഹാങ്ങിങ്, ഇതും വാൾ ഹാങ്ങിങ് ആണ്. അതെ, ഈ ഫ്ലവർ വേസിൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് ഷേപ്പിലൊക്കെ ഉള്ളത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇത് വേസ്റ്റ് മെറ്റീരിയൽ, അതായത് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് വേസ്റ്റ് ഒരു ക്ലോത്ത് ആണിത്. അതെ, ഈ ക്ലോത്ത് നമ്മള് പിന്നെ ക്ലോത്ത് തന്നെയാണ്. അതെ, ക്ലോത്ത് ആണിത്. അതാ ഇതിന്റെ ഈ എഡ്ജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിന്റെ നൂലൊക്കെ പൊങ്ങിയിരിക്കുന്നത് കാണാം. വെറും ഒരു കോട്ടൺ തുണിയാണ്, കളയാൻ വെച്ചിരിക്കുന്ന ഒരു തുണി. ആ തുണി നമ്മൾ എടുത്തിട്ട് ഇപ്പം സെറാമിക് പൗഡർ, നമ്മുടെ അടുത്ത് സെറാമിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെന്റ് ആണെങ്കിലും മതി. അതിൽ കുറച്ച് ഫെവിക്കോൾ മിക്സ് ചെയ്യുക. കുറച്ച് ഇപ്പം 4 സ്പൂൺ പിന്നെ സെറാമിക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ മറ്റേ ഫെവിക്കോൾ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് മറ്റേ ഇതും കൂടിയും, അതായത് പശ, ഇത് വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്ത്. ഫെവിക്കോൾ അല്ലാണ്ട് വേറെ പശ വേണോ? അല്ല, വെള്ളം ആഡ് ചെയ്യുക. പിന്നെ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റാർച്ചിന് കുറച്ചും കൂടി നന്നായിരിക്കും. അതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ തുണി അതിൽ മുക്കുക. ഐറ്റംസ് ഒന്നും കൂടെ പറയൂ. സെറാമിക് പൗഡർ പിന്നെ 2 സ്പൂൺ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഇത് ഫെവിക്കോൾ. അത് മിക്സ് ചെയ്തിട്ട് വെള്ളവും ചേർത്ത്, നമ്മുടെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ തുണി അതിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് വലിയ ക്യാൻ ഉണ്ടാവുമല്ലോ, ഇപ്പൊ കോള ക്യാൻ ആണെങ്കിൽ 2 എണ്ണം വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചിട്ട് അതിന്റെ മീതിലേക്ക് വെറുതെ തുണി ഇങ്ങനെ നമ്മൾ വിരിച്ചിട്ടാൽ മതി. അപ്പൊ ഈ ഷേപ്പിൽ ഇങ്ങനെ വരും. ഇത് ഇങ്ങനെ ആ കോളയുടെ ആ മോൾ ഭാഗമാണ്. അത് 2 കോള ക്യാൻ തമ്മിൽ നമ്മൾ ഇത് ഏതെങ്കിലും ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക. ഇത്ര ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ഇപ്പൊ വലിയ ക്യാൻ നീളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ റൂം ഹെയർ ഫ്രഷ്നർ ഒക്കെ ഉണ്ടാവൂല്ലേ, അതൊക്കെ ആണെങ്കിൽ 1 എണ്ണം മതിയാകും. എന്നിട്ട് തുണി വെറുതെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇട്ടാൽ മതി. ജസ്റ്റ് നമ്മൾക്ക് ഇപ്പോഴത്തെ ചൂടിൽ നമുക്ക് ഒരു അരമണിക്കൂർ മതി ഇത് ഉണങ്ങി. അല്ല, വെയിലത്തല്ല, വെറുതെ വെളിയിൽ ബാൽക്കണിയിൽ വെച്ച്. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ബാൽക്കണിയിൽ ഈ ചൂടിൽ തന്നെ ഉണങ്ങി കിട്ടി. അത് ഉണങ്ങി കഴിയുമ്പോൾ വെറുതെ ഒരു അക്രിലിക് പെയിന്റ് ബ്ലാക്ക് അത് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കോപ്പർ മെറ്റാലിക് കളർ അത് അപ്ലൈ ചെയ്ത്, ഈ മെറ്റാലിക് കളർ അടിച്ചുകൊണ്ടാണ് തോന്നുന്നത് ആന്റിക് ലുക്ക് വരുന്നത്. അതെ, അതിന് വേണ്ടിയിട്ടാണ്. അത് ഫുള്ളായിട്ട് നമ്മൾ അടിക്കരുത്, കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ആ ബ്ലാക്ക് നമ്മൾ ഇടയ്ക്ക് കാണണം, എന്നാലേ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറെ ക്ലിയർ വാർണിഷ് അടിക്കാം. ക്ലിയർ വാർണിഷ് അടിച്ചു ഇത് ഉണങ്ങിയതിനു ശേഷം വാർണിഷ് അടിക്കാം. അതെ, ഇത് പെട്ടെന്ന് ഉണങ്ങും. പെയിന്റ് ഒക്കെ വളരെ പെട്ടെന്ന് ഉണങ്ങിപ്പോ. അക്രിലിക് പെയിന്റ്സ് അല്ലേ, അത് വേഗം ഉണങ്ങിപ്പോ. നമ്മൾ ഒരു സൈഡ് നമ്മൾ പെയിന്റ് ചെയ്ത് വന്ന് മറ്റേ സൈഡ് എത്തുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വാർണിഷ് അടിച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാള് വേണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എത്ര കാലം വേണമെങ്കിലും നിന്നോളൂ. ഇത് നനയ്ക്കാതിരുന്നാൽ മതി, എത്ര കാലം വേണമെങ്കിലും ഇത് ഇങ്ങനെ തന്നെ നിന്നോളൂ. ചെറുതായിട്ട് നനഞ്ഞാലും വാർണിഷ് ഉള്ള കാരണം വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം. നമുക്ക് ഉള്ളിൽ വാർണിഷ് അടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് വെളിയിൽ വെള്ളം ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല, ഉള്ളിൽ നനഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ ആ ഒരു ഇതിലേക്ക് പോകും. നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അൺബിലീവബിൾ ആണ്, ക്ലോത്ത് ആണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത്രയ്ക്കൊരു പെർഫെക്ഷൻ ഉണ്ട്, നല്ലൊരു സ്റ്റിഫ്നെസ് ഉണ്ട്. ശരിക്കും ഫ്ലവർ വേസിൻ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന അതേ ഒരു ലുക്ക് തന്നെ ഇതിനുണ്ട്. ഇതുപോലത്തെ ഫ്ലവർ വേസ് നമുക്ക് ഇപ്പൊ കടയിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇത് വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനത്തെ ക്ലോത്ത് വേണം? തോർത്തിന്റെ ടൈപ്പ് വേണോ? അതേ കുറച്ചൊരു കോട്ടൺ ആണ് കുറച്ചും കൂടിയും ബെസ്റ്റ്. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കുർത്തയാണെങ്കിലും മതി. കളയാൻ വെച്ചിരിക്കുന്ന ഒരു തുണിയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇതുപോലെ ഈ ക്യാനിന്റെ മുകളിലേക്ക് ഇതിൽ മിക്സ് ചെയ്ത് വെറുതെ ഇട്ടാൽ മതി. അതായത് ഇതേ ഷേപ്പിൽ തന്നെ അത് കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, വെറുതെ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് അത് കൊണ്ടുവന്ന് ചൂടിൽ വെയിലത്ത് വെച്ചാൽ മതി. വെയിലത്ത് വെക്കണമെന്നില്ല, ഇപ്പോഴത്തെ ആ ടെമ്പറേച്ചറിൽ അത് ഇതായിട്ട് കിട്ടിക്കൊള്ളും. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് ട്രൈ ചെയ്ത് എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. വീട്ടിലിരിക്കുന്ന നമുക്ക് അധികം അധികം ക്ഷമയോ ടൈമോ ഒന്നും വേണ്ട. സെറാമിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ വൈറ്റ് സിമെന്റ് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ഈ വൈറ്റ് സിമെന്റ്
സിമെന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ കലക്കണം വൈറ്റ് സിമെന്റ്? ഇത് തന്നെ സെയിം പ്രൊസീജിയർ, ഈ സെയിം പ്രൊസീജിയർ. അല്ലെന്നുണ്ടെങ്കിൽ ഫില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് പൊടി കിട്ടും ഇവിടെ, ആ ഫില്ലറിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ചോപ്പ് പൗഡർ, ഇതിലൊക്കെ ഇതേ ഈ പശ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രാവശ്യം കോൺഫ്ലവറും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെയ്ത് നോക്കണം. താല്പര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ബിന്ദു ഇത്രയും വളരെ മനോഹരമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് സെയിൽസ് നടത്തുന്നുണ്ടോ അതേ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ? ഞാൻ ഇതുവരെ സെയിൽസ് നടത്തിയിട്ടില്ല. ഞാൻ എന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ പ്രോഗ്രാമിന് വന്നതിന് ശേഷം പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ്സിന് വരുന്ന കുട്ടികൾ ഇത് അവർക്ക് ഒരു കൊമേഴ്ഷ്യലി മീൻസ് ഒരു പൈസ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ മുന്നിലുള്ള വഴി? ഇത് അങ്ങനെയും ചെയ്യാം നമുക്ക്. ഇപ്പൊ കുട്ടികളാണ്, നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ അതിന് സെയിൽ ചെയ്യാനായിട്ട് ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ജ്വല്ലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഓൺലൈൻ ഒരു പേജ് തുടങ്ങിയിട്ട് ഇപ്പൊ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പേജസ് തുടങ്ങി അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ എക്സിബിഷൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് സുഹൃത്തുക്കൾക്കിടയിൽ. അതെ അതെ, നമുക്കിപ്പോ ഇവിടെ ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പലരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ സെയിലാകും. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുന്ന കുട്ടികൾ ഇങ്ങനെ സെയിൽസ് നടത്തുന്നവരുണ്ടല്ലോ അല്ലേ? ക്ലാസ് നടത്തുന്ന കുട്ടികൾ ഇപ്പൊ ഞാൻ നെറ്റിപ്പട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ വീട്ടിൽ അതൊരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാവർക്കും വരുന്നുണ്ട്. ആ പഠിച്ച കുട്ടികൾ തന്നെ അത് വിൽക്കുന്നുണ്ട് അങ്ങനെ പഠിച്ചിട്ട്. പിന്നെ കൂടുതലും ജ്വല്ലറി അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാവർക്കും. ഇനി ഇത് ഒരു വാൾ ഹാങ്ങിങ് ആണെന്ന് മനസ്സിലായി. അതെ അല്ലേ? ഇത് ന്യൂസ് പേപ്പർ ആണിത്. പിടിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ന്യൂസ് പേപ്പർ വെറുതെ നമുക്ക് റോൾ ചെയ്യാം, എന്നിട്ട് ഇത് വെച്ച് ഗം വെച്ച് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിട്ട് വെറുതെ നമ്മുടെ കയ്യിലുള്ള എന്ത് പെയിന്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പെയിന്റ് അല്ല, ഇതുപോലെ അക്രലിക് പെയിന്റ് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ പോസ്റ്റർ കളേഴ്സ് ഉണ്ടാവും. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫാബ്രിക് കളേഴ്സ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് അത് ഇതിൽ പെയിന്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഇത് പേപ്പറാണെന്ന് മനസ്സിലായി. ഈ കോണും പേപ്പറാണ്. കാർഡ്ബോർഡ് കിട്ടില്ലേ സാധാരണ കട്ടിയില്ല, കാർഡ്ബോർഡ് അങ്ങനെ കോണിന്റെ ഷേപ്പിൽ ഇതായി അത് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഫ്ലവർ ഒക്കെ ബിന്ദു ഉണ്ടാക്കിയത് അതെല്ലാം പേപ്പർ ഫ്ലവേഴ്സ് ആണ്. ഒരു ആണി അടിച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്താൽ മതി. അതെ, നല്ല ഭംഗിയുണ്ട്. ഇത് പേപ്പർ എടുത്തപ്പോൾ പേപ്പർ എന്ന് മനസ്സിലായി, പക്ഷെ കണ്ടപ്പോൾ പേപ്പറാണെന്ന് മനസ്സിലായില്ല. ഇനി ഇത് നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞപ്പോ ഒരു നെറ്റിപ്പട്ടത്തിന്റെ ഒക്കെ ഒരു ആകെ മൊത്തം ഒരു ആനച്ചന്തമൊക്കെ നെറ്റിപ്പട്ടത്തിന്റെ ഉണ്ട്. എന്താണ് ഇത്? ഊളൻ നൂലാണ്. അതെ, ഊളൻ നൂല് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതുപോലത്തെ ഒരു മാറ്റ് കിട്ടും. ഇത് നമ്മൾ ടേബിൾ മാറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് ബട്ടർഫ്ലൈ മാറ്റ് എന്നാണ് പറയുന്നത്. ചിലത്ത് പ്ലാസ്റ്റിക് ക്യാൻവാസ് എന്നും പറയും. അപ്പൊ ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഈ ഉളൻ ത്രെഡ് വെച്ചിട്ട് തയ്ച്ചിട്ടാണ് ഇങ്ങനെ അത് എന്നിട്ട് എല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതാണ്. ഇതാണോ ബിന്ദു കാണിച്ചു? അതെ അതെ, ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. മുഴുവൻ കാണിക്കാൻ സമയം ഉണ്ടാവില്ല, എന്നാലും എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം. ഇത് നമുക്ക് വേണ്ട ഒരു വുളൻ ത്രെഡ് തന്നെയാണ് അതിന് വേണ്ടത്. അപ്പൊ ഈ വുളൻ ത്രെഡ് നമ്മൾ എടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതുപോലത്തെ മിറർ പീസുകൾ നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലത്തെ ഈ ഹാങ്ങിങ്സ്, ഇതിന് പക്കീസ എന്നാണ് പറയുന്നത്. പക്കീസ. അപ്പൊ നാട്ടിലാണ് കിട്ടുന്നത്. ഇതുപോലെ ബെല്ല്, പക്കീസ, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോർത്തിട്ടാലും മതി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത്തരം കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുടെ മെയിൻ പ്ലസ് പോയിന്റും അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതെ അതെ. അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ ഇല്ല, അത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഷോപ്പിൽ പോയി ഇതൊക്കെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണം. ഈ ബട്ടർഫ്ലൈ മാറ്റ് ഒക്കെ ഇവിടെ കിട്ടുമല്ലോ അല്ലേ? ബട്ടർഫ്ലൈ മാറ്റ് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എല്ലാം നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. കിട്ടുമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ടേബിളിൽ ഗ്ലാസ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന. അതെ അതെ അതെ. ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ വലിയ ഇതിന്റെ ഈ സൈഡിൽ കൂടെയാണ് ഇത് എടുക്കുക. ഇങ്ങനെ കോർത്തെടുക്കുക. കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പിന്നെ വെറുതെ ഇങ്ങനെ തയ്ച്ചു പോയാൽ മതി. ഈ എൻഡ് ആദ്യം കാണിച്ചു കൊടുക്കണ്ടോ? ഈ എൻഡ് ആദ്യം നമ്മൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആദ്യം ഈ ഹോളിൽ കൂടെ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ
ഓരോരോ ഹോൾസ്, ഇതിലിങ്ങനെ ഓരോരോ ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വെറുതെ ഇങ്ങനെ തയ്ച്ചു പോയാൽ മതി. ഇത് വളരെ നമുക്ക് ഇത് കൂടുതലായിട്ട് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് സമയം കണ്ടെത്തണ്ട. TV കാണുമ്പോഴോ ഇപ്പൊ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാക്സിമം TV കാണുന്ന സമയത്തായിരിക്കും കൂടുതലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇത് സൗകര്യം. അപ്പൊ നമ്മൾ ഇതുപോലെ TV കാണുകയും ചെയ്യാം, നമുക്ക് ഇതിൽ കൂടെ ഇതിങ്ങനെ തയ്ച്ചു പോവുകയും ചെയ്യാം. ഇൻഡു മാർക്ക് ഇടും പോലെയാണ് തോന്നല്ലേ ഇത് ചെയ്യുന്നത്? അല്ല, ഇൻഡു അല്ല, ഇങ്ങനെ ഈ ഇങ്ങനെ സൈഡിലേക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഒരു വുളൻ ത്രെഡിന് നമുക്ക് ഇവിടെ വളരെ പൈസ കുറവ്, 2 രൂപ 2 ദിർഹംസ് എന്തോ ഉള്ളൂ. അതിപ്പോ ഒരു വുളൻ ത്രെഡ് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട്, ഇതിപ്പോ ഒരെണ്ണമൊന്നും വേണ്ട, ഒരു ഫുള്ളൊന്നും വേണ്ട, നമുക്കിത് ചെയ്യാനായിട്ട് വളരെ കുറച്ച് മതി. അപ്പൊ 2 കളർ, നമുക്ക് കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് 2 കളർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. 2 കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. മാറ്റ് മാത്രം നമുക്ക് വാങ്ങിയാൽ മതി. ഈ ഐഡിയാസ് എല്ലാം ബിന്ദു സ്വന്തം മനസ്സിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത്? അതെ, കുറെയൊക്കെ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെയാണ്. കുറെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്താണ് നാട്, അപ്പൊ എറണാകുളത്ത് ഇതുപോലെ പോയി പഠിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ടാണ് അത് പോയി പഠിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നെറ്റിപ്പട്ടം, മ്യൂറൽ പെയിന്റിങ്, പോട്ട് പെയിന്റിങ് പല വിധത്തിലുള്ള പോട്ട് പെയിന്റിങ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പോട്ട് പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി പഠിക്കുകയോ, ജ്വല്ലറി മേക്കിംഗ്, അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ പോയി പഠിക്കുകയാണ് ചെയ്തത്. ബാക്കിയൊക്കെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി, എങ്ങനെ നമുക്ക് ഐഡിയ എങ്ങനെ ഉണ്ടാക്കാം ഏറ്റവും നമുക്ക് കുറഞ്ഞ ചെലവിൽ. അങ്ങനെയാണ് ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് വേസ്റ്റ് കളയാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത്രയും കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ്. കുറച്ച് ഈ സൈഡിലോട്ട് വെച്ചാൽ കുറച്ചുകൂടെ പ്രേക്ഷകർക്ക് ആണല്ലേ. സ്റ്റിച്ച് ചെയ്തതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിച്ചു കൊടുത്താലും മനസ്സിലാവും അവർക്ക്. കുറച്ചുകൂടെ താഴ്ത്തി, യെസ്, ഇങ്ങനെ ഒരു ചരിഞ്ഞ വരയായിട്ടാണ് ഈ നൂല് കുരുത്തെടുത്തിരിക്കുന്നത്. എളുപ്പമാണ് ഈ ഹോളിൽ നിന്ന് ഈ ഹോളിലേക്ക് അങ്ങനെ വരിക. നമുക്ക് അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആ ഓരോ ഹോൾസിനും അങ്ങനെ ഈ ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് മേലേക്ക് കയറി വരും. ഇത് ഈ നൂല് ഒരു നൂലല്ലേ ഈ പാകം? അതെ, ഒരു നൂല് തന്നെയാണ്. നമുക്ക് കളർ കോമ്പിനേഷൻ വേണ്ടി വരുമല്ലോ. ആദ്യം നമുക്ക് ഈ വലുത് മാത്രം ഒരേ നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ നൂല് തീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത നൂലെടുത്ത് ചെയ്യുന്നത്. ആ ടോപ്പ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു കൊടുത്താല് അതെങ്ങനെ കവർ ചെയ്യുന്നത്? ഇതാണോ? അല്ല, ഇതിന്റെ എഡ്ജ് കവർ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് താഴേക്ക് സെയിം അതേ ഇത് തന്നെ ഇങ്ങോട്ട് വരും. അതേ പ്രൊസീജിയർ, ഈ സൈഡ് ചെയ്ത് അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ ലെഫ്റ്റിലേക്കും വരുന്നത്. അത് നമ്മൾ തയ്ച്ച് വെച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരുന്നതാണ്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. നമ്മൾ വെറുതെ ഈ ഹോൾസിൽ കൂടെ ഈ ത്രെഡ് എടുത്ത് ഇങ്ങനെ തയ്ച്ച് വെച്ച് വരിക ചെയ്യുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലാണ്ട് ബിന്ദു പറഞ്ഞു മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്നുണ്ട്, ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സ്റ്റുഡൻസ് ഉണ്ടോ? ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് ഫാബ്രിക് പ്രിന്റിങ്ങിനാണ്. ഫാബ്രിക് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനാണ് കൂടുതൽ നമ്മൾ സാരിയിൽ ചുരിദാറിലൊക്കെ നമുക്ക് തനിയെ ഡിസൈൻ ചെയ്യാം. അപ്പൊ അതിലാണ് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് സാരി, കേരള സാരി, അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഡിസൈൻ ചെയ്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആണ്. അതെ, അപ്പൊ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ പിന്നെ ഇപ്പൊ ബോർഡർ ഒക്കെ ഉള്ള ഒരു സാരി ആണെന്നുണ്ടെങ്കിൽ ആ ബോർഡറിന്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ വരുന്നത്, അതിലാണ് കൂടുതൽ വരുന്നത്. പിന്നെ ദൂരെ നിറയെ പേര് വിളിക്കുന്നുണ്ട്. പിന്നെ പോയി ക്ലാസ് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പോയി ക്ലാസ് എടുക്കാറില്ല. വീട്ടിൽ വരുന്നവർക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കുട്ടികൾ പിന്നെ ഇത് മറ്റേ ഗ്ലാസ് പെയിന്റിങ്, അതിനോടാണ് കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം.
ഏകദേശം ഒരു പോർഷൻ കംപ്ലീറ്റ് ആകാറായി. ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ വൂളൻ ത്രെഡ് ആയാലും മാറ്റ് ആയാലും ഇത് എല്ലാം ഇവിടെ അവൈലബിൾ അല്ലേ? വൂളൻ ത്രെഡ് എല്ലാം അവൈലബിൾ ആണ്. മാറ്റ് ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റ് നാട്ടിൽ നിന്ന് എന്നാൽ നാട്ടിൽ പോകുമ്പോൾ അവിടെ പഠിച്ചതുകൊണ്ട് അവിടെ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കൂടുതലും സാധനങ്ങൾ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ ക്രേപ്പ് പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. പേപ്പറും അതുപോലെ കോട്ടൺ തുണിയൊന്നും ഇവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവരുടെ വീട്ടിലും. പിന്നെ മെറ്റാലിക് പെയിന്റ് ഒക്കെ ഇവിടെ ലുലുവിൽ അവൈലബിൾ ആണ്. അക്രിലിക് പെയിന്റ്, മെറ്റാലിക് പെയിന്റ് ഇതെല്ലാം ലുലുവിൽ അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ നൂല് കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുപോലെ ഇങ്ങനെ കെട്ടുകൂടും. ഫിനിഷ് ചെയ്ത പോർഷൻസ് ഒന്ന് കാണിക്കാമോ? ഇത്രയും വരെ ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിങ്ക് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് റെഡ് ആൻഡ് യെല്ലോ. ഇതിപ്പോ വേറൊരു കളറിൽ ചെയ്യാൻ വേണ്ടി പിങ്കിനോട് എന്തായിരിക്കും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള? ക്രീം കളർ, ഓഫ് വൈറ്റ് മാച്ചിങ് ആണ്. വൈറ്റ് മാച്ചിങ് ആയിരിക്കും. വൈറ്റ് മാച്ചിങ് ആയിരിക്കും. പക്ഷെ വൈറ്റ് പക്ഷെ പെട്ടെന്ന് പൊടി പിടിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വൈറ്റ് പ്രിഫർ ചെയ്യാത്തത്. പിന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്യാം. ഇത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇത് വെറുതെ നമ്മൾ സോപ്പ് വാട്ടറിൽ മുക്കി വെച്ചിട്ട് വെറുതെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഡിപ്പ് ചെയ്തിട്ടിട്ട് സാധാരണ വെയിലത്ത് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. അരമണിക്കൂറാണ് സാരഥിയുടെ ടൈം. സമയപരിമിതി എനിക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ചെയ്യാം, ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാലോ. ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ മാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ടേബിൾ മാറ്റ് വാങ്ങിക്കുക അല്ലെ, ബട്ടർഫ്ലൈ മാറ്റ് എന്ന് പറയും. അതിൽ ബിന്ദു ചെയ്തതുപോലെ വൂളൻ ത്രെഡ് ഒരു ചരിച്ച് കൊരുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കളർ സെൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു പോർഷൻ ബിന്ദു ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കാണാം. അടുത്ത ഈ ബട്ടർഫ്ലൈയുടെ ഈ ലീഫിൽ ബിന്ദു പറയുന്നത് വൈറ്റോ ഓഫ് വൈറ്റോ ഇട്ടാൽ ഇതിന്റെ ഓപ്പോസിറ്റ് എല്ലാം ഇതേ കളർ തന്നെ വരുള്ളൂ. ഈ ചെറുത് ഇതിലാണ് നമുക്ക് കളർ കോമ്പിനേഷൻ, നമുക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ് ഇത്. റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ബിന്ദു ചെയ്തിരിക്കുന്നത്. മധ്യത്ത് ഒരു മിറർ അല്ലേ? ഇത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബേസും ബിന്ദു പറഞ്ഞു തന്നിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? പിന്നെ ബിന്ദു ഇന്ന് എന്തോ ഒരു ഗിഫ്റ്റ് NTVക്ക് തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബിന്ദു. എന്താണ് ഗിഫ്റ്റ്? ഞാൻ NTVക്ക് വേണ്ടി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. NTVയുടെ ലോഗോയാണല്ലേ? വെരി നൈസ്. ഇതെങ്ങനെയാ ബിന്ദു ചെയ്തത്? ചിപ്പാട്ടെന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മൾ തെർമോകോൾ വെച്ച് ചെയ്യുന്നതാണ്. തെർമോകോൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. തെർമോകോൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇതിൽ കളർ കൊടുത്തു. ഈ ലോഗോ വരാൻ വേണ്ടിയിട്ട് കളർ കൊടുത്ത് നമുക്ക് വൈറ്റ് തന്നെ ചെയ്യാം ഇതില്. അങ്ങനെ സാധാരണ ചിപ്പാട്ട് ചെയ്യുന്ന വൈറ്റ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കളർ കൊടുത്ത് അങ്ങനെ ചെയ്തതാണ് ഇതിന്റെ ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് NTVയോടുള്ള സ്നേഹമാണ് ബിന്ദുവിന്റെ ഈ ഗിഫ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ബിന്ദു, താങ്ക് യു വെരി മച്ച്. ഇത് എന്താണ് NTVക്കും നമ്മുടെ സാരഥിക്കും മിഴിയോരത്തിനും ഒക്കെ ഒരു ഓണറായിട്ട് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ ഭംഗിയായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒറിജിനൽ ലോഗോ പോലെ തന്നെയുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇന്ന് ബിന്ദുവിന്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഫ്ലവർ വൈസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കോട്ടൺ തുണിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ച് പശയും മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കലാകാരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും NTVയുമായിട്ട് ബന്ധപ്പെടുക. ഇന്നത്തെ സാരഥി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം ബിന്ദു. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് താങ്ക്സ് ഫോർ ദി ഗിഫ്റ്റ് ഓൾസോ. ഇന്ന് വീക്കെൻഡ് ആണ്. എല്ലാവരും നന്നായിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യുക. സാരഥിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം.